ഓക്കെ, നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് H1 ടാഗിനെ കുറിച്ചാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ H1 ടാഗ് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഓൺ പേജ് SEOയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എലമെൻസിൽ ഒന്നാണ് H1 ടാഗ്. കാരണം നമ്മൾ H1 ടാഗ് ആണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി, ഗൂഗിൾ നമ്മുടെ കണ്ടന്റ് ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ടാഗാണ് H1 ടാഗ്. ഒരു ടാർഗറ്റിംഗ് പേജിൽ ഒരൊറ്റ H1 ടാഗേ പാടുള്ളൂ. പക്ഷേ H2 ടാഗ്സ് നമുക്ക് 2, 3, 4 ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ടാർഗറ്റിംഗ് പേജിൽ ഒരൊറ്റ H1 ടാഗേ പാടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്ര ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു H1 ടാഗ് നമ്മൾ നമ്മുടെ കീവേഡുമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഒരു നല്ലൊരു കോപ്പിറൈറ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാന്നെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആണ്. പിന്നെ അതിൻ്റെ അണ്ടറിലുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് എങ്ങനെയാണ് ആ ഒരു H1 ടാഗ് ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് എടുത്തിട്ടുണ്ട്, hasancoacademy.com എന്നുള്ള വെബ്സൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അവരുടെ ടാർഗറ്റിംഗ് പേജാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്നുള്ളൊരു ടാർഗറ്റിംഗ് പേജാണ്. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് നോക്കിയിട്ടുള്ളതാണ് ഈ ഒരു ടാർഗറ്റിംഗ് പേജ്. അതിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അവരുടെ H1 ടാഗ് ഇതാണ്. H1 ടാഗ് മോസ്റ്റ് പ്രാക്ടിക്കൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്നുള്ളത്. ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്നുള്ള ആ ഒരു ടാഗ് ഓൾറെഡി നമ്മുടെ ടോപ്പിൽ തന്നെ ആ ഒരു ഹീറോ സെക്ഷനിൽ തന്നെ വന്നിട്ടുണ്ട്. ദെൻ ഒരു നല്ലൊരു കോപ്പിറൈറ്റ് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് പ്രാക്ടിക്കൽ എന്നുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് പ്രാക്ടിക്കൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നല്ലൊരു കോപ്പിറൈറ്റ് നമ്മുടെ കീവേഡ് വെച്ച് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒരു ബെനിഫിറ്റ് അതുകൊണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കീവേഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മളൊരു കോപ്പിറൈറ്റ് ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ H1 ടാഗിന് വേണ്ടിയിട്ട്. ദെൻ അതുപോലെ തന്നെ താഴെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, ഒരു 20 to 30 വേർഡ് കൗണ്ട് അല്ലെങ്കിൽ അതിലും കുറവ് വേർഡ് കൗണ്ട് ഉണ്ടാവുള്ളൂ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, അതിലും ഇപ്പോൾ നോട്ട് ജസ്റ്റ് ലേൺ ബട്ട് ക്രിയേറ്റ് ആൻ എക്സലന്റ് പോർട്ട്ഫോളിയോ ആസ് യു കംപ്ലീറ്റ് അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ്. ആ ഒരു ഡിസ്ക്രിപ്ഷനിലും അവർ കീവേഡ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു കീവേഡ് ആ ഡിസ്ക്രിപ്ഷനിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായി, ഫസ്റ്റ് ക്രോളേഴ്സ് വന്നിട്ട് നമ്മുടെ H1 ടാഗ് നോക്കുമ്പോൾ ഓക്കെ അവർക്ക് ക്രോളേഴ്സിന് മനസ്സിലായി ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ അതാണ് അവരുടെ മെയിൻ കീവേഡ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ബാക്കി കണ്ടന്റ് എന്നുള്ള കാര്യം മനസ്സിലായി. സോ അതിനോട് അതേ സെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തു. ഇതൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്, കാലിക്കറ്റിലുള്ള ഒരു സ്ഥാപനം എന്നുള്ള ഒരു ഓവർവ്യൂ കൊടുക്കുന്ന ടൈപ്പിലുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിനാണ് നമ്മൾ ഈ H1 ടാഗിൽ നമ്മുടെ കീവേഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ H1 ടാഗിൻ്റെ അണ്ടറിലുള്ള ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ഈ ഒരു കീവേഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. then നമുക്ക് വേറെ വെബ്സൈറ്റ് കൂടെ നോക്കി നോക്കാം. ഇതൊരു കമ്പനിക്ക് വേണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. സോ നമുക്കൊരു പേഴ്സണൽ വെബ്സൈറ്റ് കൂടെ നോക്കി നോക്കാം. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഇൻ മലപ്പുറം, ഇതാണ് കീവേഡ്. ഇവിടെ പ്രത്യേകിച്ച് ഡയറക്റ്റ് കീവേഡ് കൊടുത്തിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ഒരു കോപ്പിറൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. സോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഒരു കോപ്പിറൈറ്റോട് കൂടെ ഒരു നല്ലൊരു കോപ്പിറൈറ്റ് നമ്മുടെ കീവേഡ് ത്രൂ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ അതുപോലെ തന്നെ അതിന് താഴെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു 30 to 15 വേർഡ് കൗണ്ട് ഉണ്ടാവുള്ളൂ ഇതിന്. സോ അതിലും ഇതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് മലപ്പുറം എന്നുള്ള ആ ഒരു കീവേഡ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2 വെബ്സൈറ്റ് നോക്കി, ഒരു പേഴ്സണൽ വെബ്സൈറ്റ് നോക്കി, അതുപോലെ തന്നെ ഒരു കമ്പനി ഒരു വെബ്സൈറ്റ് നോക്കി. സോ നമ്മൾ SEO ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മളെ ഹെഡർ ടാഗ് എപ്പോഴും കീവേഡുമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കാൻ നോക്കാം. അതുപോലെ തന്നെ ആ ഒരു ഹെഡിങ്ങിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനും കീവേഡുമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് നമുക്ക് H2 ടാഗ് എന്തിനാണ്, H2 ടാഗിന്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, LSI കീവേഡ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കാം.